സിറാജ് ലൈവിലേക്ക് സ്വാഗതം. അങ്ങനെ കിഴക്കിൻ്റെ വെനീസിൽ ആലപ്പുഴയിലെ കായംകുളത്ത് ഇതാ മത്സരവേദികൾ ഇപ്പോഴും സജീവമാണ്. 33ാമത് എഡിഷൻ കേരള സാഹിത്യോത്സവ് ആദ്യ ദിനം വേദികളിൽ തകർത്താടുമ്പോൾ നമ്മളോടൊപ്പം പുതിയ ഒരു ടീം കൂടി ചേരുകയാണ്. അതിനു മുമ്പ് കുറച്ച് സാഹിത്യോത്സവ വിശേഷങ്ങൾ കൂടി നമുക്ക് പറയാം. സാഹിത്യോത്സവ മത്സരം ഇന്നാണല്ലോ ഔദ്യോഗികമായിട്ട് മത്സരങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഇന്നത്തെ മത്സരങ്ങൾ ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഇപ്പോൾ ഒന്നാം വേദിയിൽ ഖവാലി മത്സരം തുടരുന്നു, രണ്ടാം വേദിയിൽ അറബനബുട്ട് മത്സരവും തുടരുന്നു. മറ്റു വേദികളിലെ മത്സരങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് മത്സരങ്ങൾ കൂടിയാണ് ഇന്ന് പൂർത്തിയാവാനുള്ളത്. വലിയ ആസ്വാദക വൃന്ദം ഖവാലി മത്സരം കാണാൻ രാത്രി വൈകിയ സമയത്തും ഉണ്ട് എന്നതാണ് ഏറ്റവും ആവേശകരമായ കാര്യം. കവിഞ്ഞിരിക്കുന്ന ഈ ഗ്രൗണ്ട് നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യർക്കിടയിലാണ്, ഏറ്റവും ആസ്വാദകർക്കിടയിലാണ് സൂഫി പാരമ്പര്യമുള്ള 13ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെത്തിയ ഖവാലി സംഗീതം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഖവാലിയിൽ മാറ്റുരച്ച് ഇപ്പോൾ ഇറങ്ങിയ ഒരു ടീം നമ്മളോടൊപ്പം ചേരുകയാണ്. മലപ്പുറം വെസ്റ്റ് ടീം. നേരത്തെ നമ്മൾ മലപ്പുറം ഈസ്റ്റ് ടീമിനെ സിറാജുൽ അൻവറിനെയും സംഘത്തെയും പരിചയപ്പെടുത്തിയിരുന്നു. സ്വാഭാവികമായിട്ടും പ്രേക്ഷകർക്ക് സംശയം ഉണ്ടാകുന്ന മലപ്പുറം ടീമിന് മാത്രമാണോ ഖവാലി ഉള്ളത്, മറ്റു ടീമുകൾ എന്തുകൊണ്ട് പരിഗണിച്ചില്ല എന്ന ചോദ്യം. ഇത് നമ്മൾ ഓരോ സമയത്തും നമ്മൾ വാർത്താ റിപ്പോർട്ടുകൾ നടക്കുന്ന സമയത്ത് ആ സമയത്ത് ലഭ്യമാകുന്ന ടീമുകൾ, മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ടീമുകൾ, അതെല്ലാം അടിസ്ഥാനമാക്കിയാണ് ടീമുകളെ സെലക്ട് ചെയ്യുന്നത്. അതിനകത്ത് യാതൊരു പ്രാദേശിക സങ്കുചിതത്വങ്ങൾ ഒന്നുമില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് മലപ്പുറം വെസ്റ്റിൻ്റെ മിഷാലും സംഘവുമാണ്. മിഷാൽ, എങ്ങനെയുണ്ടായിരുന്നു? മാഷാ അല്ലാ, അടിപൊളി പാടാൻ പറ്റിയിട്ടുണ്ട്. അല്ല, ഇതിപ്പോൾ എത്രാമത്തെ തവണയാണ്? ഞങ്ങൾ 4ാം തവണ സ്റ്റേറ്റ് എത്തുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ പോലെയൊക്കെ അതിനേക്കാളും ഒരു പടി കൂടി മുന്നോട്ട് പോകാൻ പറ്റിയോ? പറ്റിയിട്ടുണ്ട്. അതിൽ 2 വർഷം സ്റ്റേറ്റിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് മുന്നേ. പിന്നെ നാഷണൽ സെക്കൻഡ് കിട്ടിയിട്ടുണ്ട്. നാഷണൽ സെക്കൻഡും ഉണ്ട്. ഓക്കെ. അസ്ലം അക്രം സാബിറിന്റെ വരികളാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ പരിശീലകനാണല്ലേ? പേര്? ഷിഹാബുദ്ദീൻ സഖാഫി. എങ്ങനെയാണ് ടീമിന് നേരത്തെ കഴിഞ്ഞ വർഷങ്ങളൊക്കെ നിങ്ങൾ തന്നെയാണോ പരിശീലിപ്പിക്കുന്നത്? 10 വർഷമായിട്ട് നമ്മളെ കൂടെ ഉണ്ട്. നിങ്ങൾ ഖവാലി രംഗത്താണോ ഹൈലൈറ്റ് ചെയ്യുന്നത്? അതെ, ഖവാലി, സംഗാനം, വിപ്ലവഗാനം, ആ മേഖലയിൽ നമ്മൾ 3 ടീം മത്സരിക്കുന്നുണ്ട്. എവിടെ വീട്? നമ്മൾ വേങ്ങര തന്നെ. എല്ലാവരും എവിടെയൊക്കെയാണ് സ്വദേശം? പേരൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തും. മുഹമ്മദ് മുസ്തഫ, വേങ്ങര. അബ്ദുൽ ബാസിത്ത്, വേങ്ങര. മുഹമ്മദ് മിദിലാജി, വേങ്ങര. നിഷാദ്, വേങ്ങര. അപ്പോൾ നമുക്ക് ആദ്യം നിങ്ങളിന്ന് അവതരിപ്പിച്ച ഖവാലിയുടെ കുറച്ച് വരികൾ നമുക്ക് വേണ്ടി, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. ഓക്കെ. निस्बत खुदा की मंजिल में हासिल या फसीलत कर ले, अपने दिल को आबंदे आदाद शरीयत कर ले, लेकिन पहले हासिल सच्चे पीर की निस्बत कर ले, किस मस्बत से तकमील अरकान इबादत कर ले, किस मस्बत से तकमील अरकान इबादत कर ले, खुद ये गमज में आएगा माफी कल्बी गैरुल्लाह, अल्लाह पीर परस्ती कर दे मिल गया मुझको अल्लाह अल्लाह, पीर परस्ती कर दे मिल गया मुझको अल्लाह अल्लाह। दखबर फे गुमराह करी जो नोह वफा तो फातिल, उनके लिए तो उनके लिए तो सब यकसा है क्या तूफा का साहिल, दखबर फे गुमराह करी जो नोह वफा तो फातिल, उनके लिए तो सब यकसा है क्या तूफा का साहिल, उनकी कोई लाग नहीं जो है मुर्शिद से नाफिल, रघुबर ही जब साथ नहीं क्या खाक मिले की मंजिल, रघुबर ही जब साथ नहीं क्या खाक मिले की मंजिल, मुर्शिद की हमको में देखो नूर नबी सल्लल्लाह, अल्लाह पीर परस्ती कर दे मिल गया मुझको अल्लाह अल्लाह, पीर परस्ती कल पीर परस्ती हक पीर परस्ती कर दे मिल गया मुझको अल्लाह अल्लाह, पीर परस्ती कर दे मिल गया मुझको अल्लाह अल्लाह. ഇത് ഷാബുദ്ദീൻ സഖാഫിന്റെ മകനാണോ? ഖവാലി ഇഷ്ടാണോ? കേൾക്കലുണ്ടോ? ഖവാലി പാടുമോ? എന്നാ 2 വരി പാടാ. മൂപ്പര് ഇപ്പൊ ഖവാലി പാടാനുള്ള ഒരു മൂഡിലല്ല, ആണല്ലേ? ഭാവിയിൽ അപ്പം നമ്മുടെ താരാണ്. അപ്പോൾ ഭാവിയിൽ സാഹിത്യോത്സവം മത്സരിക്കാൻ നമുക്ക് കാണാം. പാടണോ? ഒന്നുകൂടി പാടണോ? പാടൂല അല്ലേ? ഓക്കെ. അപ്പോൾ അതാണ് കുഞ്ഞു മക്കൾക്ക് വരെ ഇഷ്ടമുള്ള ഒരു സംഗീത മേഖല കൂടിയാണ് ഖവാലി. ഇത് പിന്നെ നിങ്ങൾ വേറെ ഏതെങ്കിലും മത്സര ഇനങ്ങളിലുണ്ടോ? വേറെ ഞങ്ങൾ അഖില കേരള ഖവാലി മത്സരിക്കാൻ പോലൊക്കെ ഉണ്ട്. സാഹിത്യോത്സവത്തിൽ വേറെ ഇനങ്ങൾ പങ്കെടുക്കുന്നുണ്ടോ? അപ്പോൾ വിപ്ലവഗാനം ഉണ്ട്, ഗ്രൂപ്പ് സോങ് കാറ്റഗറി ബി ഉണ്ട്. കഴിഞ്ഞോ? നാളെയാണ്.
അപ്പോൾ നാളെയും വിപ്ലവമായിരിക്കും. അതെ അതെ ഇൻഷാല്ലാ ഇതായിരിക്കും. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മുടെ മത്സര ഇനങ്ങളിലെ വേദികളിലൊക്കെ വലിയ വിപ്ലവം ചാലിച്ചെഴുതുകയാണ് പ്രവർത്തകരെല്ലാവരും. അപ്പോൾ മത്സരങ്ങൾ ഇങ്ങനെ ഒന്നാം ദിവസം സമാപനത്തോടടുക്കുമ്പോൾ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ സീനിയർ റിപ്പോർട്ടർ ഉമർ മായനാട് കൂടി ചേരുന്നുണ്ട്. ഉമർ, മത്സരങ്ങൾ അവസാനിക്കാനായി ആദ്യ ദിവസത്തെ. ഇന്ന് എല്ലാ നഗരിയിലും ഒക്കെ പോയോ? എങ്ങനെയുണ്ട് വിശേഷങ്ങളൊക്കെ? മിക്കവാറും എല്ലാ നഗരിയും നമ്മൾ പോയിട്ടുണ്ട്. ഏകദേശം രാത്രിയായപ്പോൾ നല്ല ജനപങ്കാളിത്തമാണ് പരിപാടികൾക്കൊക്കെ ഉള്ളത്. കഴിഞ്ഞ രണ്ടാം വേദിയിൽ നമ്മൾ പോയി. ഈ വേദിയിൽ മെയിൻ വേദിയാണിത്. മെയിൻ വേദിയിൽ നല്ല ജനപങ്കാളിത്തമാണുള്ളത്. ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ ഇന്നത്തെ മത്സരങ്ങൾ വിലയിരുത്തുമ്പോൾ വളരെ മികവാർന്ന മത്സരങ്ങളാണല്ലേ എല്ലാ വേദികളിലും നമുക്ക് കാണാൻ കഴിയുന്നത്? അതെ അതെ. ഇത്തവണ കുറച്ചുകൂടി ടെക്കിയായിട്ട് ബന്ധപ്പെട്ട് ജെൻസിയായിട്ട് ബന്ധപ്പെട്ട് കുറേ മത്സരങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിൽ പിന്നെ ഹാക്കത്തോൺ പോലത്തെ കുറേ മത്സരങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ പുതിയ കാലഘട്ടത്തിൽ ഉള്ള ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു മത്സരമാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടു ഈ ബ്രെയിൻ ലിപി വെച്ചിട്ടുള്ള ഒരു മത്സരം കണ്ടു. ഇനിയിപ്പോൾ നാളെ ആംഗ്യ ഭാഷയിലുള്ള മത്സരം വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അതായത് ഇപ്പോൾ സാഹിത്യോത്സവ് വെറും ശബ്ദമുള്ളവരുടെയും അല്ലെങ്കിൽ കാഴ്ചയുള്ളവരുടെയും മാത്രം മത്സരമല്ല എന്നൊരിക്കൽ കൂടി തെളിയിക്കുകയാണല്ലോ. അപ്പം എല്ലാ വിഭാഗം ആളുകളെയും കോർത്തിണക്കിക്കൊണ്ട് ഇപ്പോൾ നമ്മൾ കേരള യാത്രയുടെ സമയത്ത് നമ്മുടെ ഒരു സ്ലോഗൻ ഉണ്ടായിരുന്നു, മനുഷ്യർക്കൊപ്പം എന്ന്. അത് സാഹിത്യോത്സവിലേക്കും ശരിക്കും പടരുകയാണ്. അതെ 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 അതെ. അങ്ങനെ നമ്മൾ പിന്നെ വ്യത്യസ്തമായിട്ടുള്ള സാധാരണ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനൊക്കെ നമ്മൾ പോകാറുണ്ട്. അപ്പോൾ അവിടെ ഒന്നും കാണാത്ത രീതിയിൽ ഉള്ള വ്യത്യസ്തമായിട്ടുള്ള പല മത്സര ഇനങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം കഴിഞ്ഞൊരു 33 വർഷമായിട്ട് തുടങ്ങിയ ഒരു സാഹിത്യോത്സവിൻ്റെ ഒരു യാത്ര. അപ്പോൾ അതിൽ വന്ന മാറ്റങ്ങൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഓരോ ഇനങ്ങൾ ഇങ്ങനെ വർദ്ധിക്കുകയാണ് ഇതിൽ. അപ്പോൾ അതിനേക്കാൾ പ്രധാനം ഇപ്പം കലോത്സവ വേദികളിലൊക്കെ നമ്മൾ ഇപ്പോഴും കേൾക്കുന്നുണ്ട് അഴിമതിയുടെ കഥകൾ, അല്ലെങ്കിൽ അപ്പീൽ പ്രവാഹം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ പലപ്പോഴും വാർത്തകളൊക്കെ കൊടുക്കാറുണ്ട്. മത്സരങ്ങൾ എല്ലാ ജില്ലയിൽ നിന്നും വരുന്നതിന് പുറമെ അപ്പീലുമായിട്ട് 2ാം സ്ഥാനക്കാരും 3ാം സ്ഥാനക്കാരൊക്കെ വരുന്നത്. പക്ഷേ ഞാനിപ്പോൾ ഒരുപാട് വർഷമായി സാഹിത്യോത്സവിൻ്റെ കൂടെ എല്ലാ വർഷവും, ഉമ്മറും അങ്ങനെ തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരു അപ്പീൽ പ്രളയം നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ല അല്ലേ? ഒരു അപ്പീൽ വന്നൊരു ചരിത്രം നമ്മുടെ ഓർമ്മയിലില്ല. മാത്രമല്ല ഒരു അപശബ്ദവും ആ രീതിയിലുള്ളൊരു അപശബ്ദവും ഇല്ല. ജഡ്ജസിന്റെ വിധിയെക്കുറിച്ചോ അല്ലെങ്കിൽ ജഡ്ജ്മെന്റിനെ കുറിച്ചോ ഒന്നും ഒരു ആക്ഷേപങ്ങളില്ല. പിന്നാമ്പുറ കഥകൾ പറയാൻ ഒന്നുമില്ല ഒന്നുമില്ല. വളരെ ശാന്തമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ സാഹിത്യോത്സവമാണെങ്കിൽ അങ്ങനെ, കഴിഞ്ഞ സാഹിത്യോത്സവങ്ങൾക്കാണെങ്കിൽ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. മറ്റൊരു കാര്യം, ഇപ്പോൾ സാഹിത്യോത്സവം എന്ന് പറയുമ്പോൾ കുട്ടികളുടെ മത്സര ഇനം എന്നതിലുപരി ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ കൂടിയായി മാറുന്ന കാഴ്ച നമ്മൾ ഈ വർഷം കാണുന്നുണ്ട്. കാരണം ഇപ്പം പ്രധാന വേദിയിലെല്ലാം മത്സര ഇനങ്ങളെക്കാൾ കൂടുതൽ ഗഹനമായ വിഷയങ്ങളിലുള്ള ചർച്ചകൾ നടക്കുകയാണ്. പുതിയ കാലം ആവശ്യപ്പെടുന്ന സബ്ജക്റ്റുകളിൽ വിദഗ്ധരായ ആളുകൾ ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ എല്ലാ നിലയിലും സാഹിത്യോത്സവം ഒരു ഫുൾ പാക്ഡ് ഇവൻ്റ് ആയിട്ട് മാറി എന്നുള്ളതാണ്. അതെ അതെ അതെ. ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ തന്നെ പറയാം ഇത്തവണത്തെ സാഹിത്യോത്സവം. നമ്മൾ ഒന്നാം വേദിയിലാണെങ്കിലും പല വേദികളിലാണെങ്കിലും നിരന്തരം ഗഹനമായിട്ടുള്ള പല ചർച്ചകളും നടക്കുകയാണ്. പിന്നെ അതിന് നമുക്കറിയാം അതിൻ്റെ ഒരു ഈ ഇത്തവണത്തെ സാഹിത്യോത്സവിൻ്റെ ഒരു തീം ആ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പം ആ രീതിയിലുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ നമ്മൾ ഇത്തവണത്തെ സാഹിത്യോത്സവിൽ ഇപ്പോൾ നമ്മൾ 80 പോയിന്റുകളാണ് 80 ഇനങ്ങളോളം ഇപ്പോൾ കഴിഞ്ഞത്. അപ്പോൾ അതിൽ പ്രഖ്യാപിച്ചു. അപ്പോൾ കോഴിക്കോട് സൗത്താണ് മുന്നിൽ. അപ്പോൾ ഏകദേശം ഇന്ന് ഒരു 100 ഇനത്തിൻ്റെ റിസൾട്ടാണ് വരാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു പറയാൻ കഴിയില്ല. കഴിഞ്ഞ തവണ മലപ്പുറം വെസ്റ്റ് ആയിരുന്നു വിജയികളായത്. ഇത്തവണ എന്താവും നമുക്ക് ഏതായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ആ പോയിന്റ് നില കൂടി ഒന്ന് പ്രേക്ഷകർക്ക് പറയാം. അപ്പോൾ ഒന്നാം ദിവസത്തെ മത്സരം ഇങ്ങനെ സമാപനത്തോട് അടുക്കുകയാണ്. വേദി 1-ൽ മത്സരങ്ങൾ സമാപിക്കാൻ ഇനി വളരെ കുറഞ്ഞ സമയം മാത്രമേ ബാക്കിയുള്ളൂ എന്നതാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് പോയിന്റ് നില എന്ന് നോക്കാം. ഇപ്പോൾ 70 ഇനങ്ങളുടെ റിസൾട്ട് പൂർത്തിയായിരിക്കുമ്പോൾ 275 പോയിന്റുകളുമായി മലപ്പുറം വെസ്റ്റ് 3ാം സ്ഥാനത്തും 281 പോയിന്റുകളുമായി മലപ്പുറം ഈസ്റ്റ് 2ാം സ്ഥാനത്തും 317 പോയിന്റുകളുമായി കോഴിക്കോട് സൗത്ത് 1ാം സ്ഥാനത്തും തുടരുകയാണ്. വേദികളിൽ നല്ല മത്സരത്തിൻ്റെ ഗാംഭീര്യം ഈ റിസൾട്ടിലും ഈ പോയിന്റ് പട്ടികയിലും കാണുന്നുണ്ട് എന്നതാണ്. അതോടൊപ്പം മറ്റു ജില്ലകളുടെ പോയിന്റ് നില കൂടി നമുക്ക് വേഗത്തിൽ നോക്കാം. കണ്ണൂർ 275 പോയിന്റ്, കോഴിക്കോട് നോർത്ത് 258 പോയിന്റ്, കാസർഗോഡ് 209 പോയിന്റ്, പാലക്കാട് 207 പോയിന്റ്, തൃശ്ശൂർ 153 പോയിന്റ്, തമിഴ്നാട്ടിലെ നീലഗിരി ജില്ല 125 പോയിന്റ്,
കൊല്ലം 123 പോയിന്റ്, വയനാട് 113 പോയിന്റ്, എറണാകുളം 101 പോയിന്റ്, ആലപ്പുഴ 87 പോയിന്റ്, തിരുവനന്തപുരം 72 പോയിന്റ്, ഇടുക്കി ഹൈ റേഞ്ച് 32 പോയിന്റ്, ഇടുക്കി ലോ റേഞ്ച് 26 പോയിന്റ്, പത്തനംതിട്ട 19 പോയിന്റ്, കോട്ടയം 15 പോയിന്റ്. അങ്ങനെ 18 സംഘടനാ ജില്ലകളിൽ നിന്നുള്ള പ്രതിഭകൾ മാറ്റുരക്കുന്ന മത്സരങ്ങൾ അങ്ങനെ ഒന്നാം ദിവസം പൂർത്തിയാകുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു. അവിടെ കോഴിക്കോട് സൗത്ത് ഒന്നാം സ്ഥാനത്ത് തുടരുന്നു എന്നതാണ്. ഇനി നാളെ നമ്മുടെ വേദികൾ ഉണരുമ്പോൾ പ്രധാനപ്പെട്ട ഇവൻറ്റുകൾ എന്താണ് എന്നുകൂടി നമുക്ക് വേഗത്തിൽ നോക്കാം. നാളെ രാവിലെ 6 മണിക്ക് ഭക്തിഗാനത്തോടു കൂടിയാണ് ഒന്നാം വേദിയിൽ മത്സരങ്ങൾ ആരംഭിക്കുന്നത്. അതോടൊപ്പം തന്നെ വേദി 4-ൽ പ്രസംഗം മത്സരമുണ്ട് അപ്പർ പ്രൈമറി വിഭാഗത്തിൻ്റെ. പിന്നെ ഈ സാഹിത്യോത്സവ മത്സരങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഇനമാണ് മാപ്പിളപ്പാട്ട്. അത് നാളെ രാവിലെ 6 മണി മുതൽ വേദി 2-ൽ ആരംഭിക്കും. മൗലിദ് പാരായണം അത് വേദി 3-ലാണ്. അതുപോലെ തന്നെ മലയാളം പോയട്രി റിസൈറ്റേഷൻ സ്റ്റേജ് 7-ലാണ്. മലയാള പ്രസംഗ മത്സരമുണ്ട് ക്യാമ്പസ് വിഭാഗത്തിൻ്റെ, അത് സ്റ്റേജ് 4-ൽ നടക്കും. പിന്നെ പോഡ്കാസ്റ്റ് മത്സരം, പുതിയ ഇനം. നമ്മൾ ഇന്നത്തെ കാലം പോഡ്കാസ്റ്റിൻ്റെ കാലമാണല്ലോ. ഇന്ന് നടന്നിരുന്നു പോഡ്കാസ്റ്റ് മത്സരം മറ്റൊരു വിഭാഗത്തിൽ, അത് ഗംഭീരമായ അനുഭവമായിരുന്നു. അതുപോലെ തന്നെ രാവിലെ 7:30 മുതൽ 9 മണി വരെ പോഡ്കാസ്റ്റ് മത്സരം 3-ാം വേദിയിൽ നടക്കും. പിന്നെ ഖസീദ ബുർദ പാരായണം 2-ാം വേദിയിൽ രാവിലെ 7:30-ക്ക് ആരംഭിക്കും. അതുപോലെ തന്നെ അപ്പർ പ്രൈമറി വിഭാഗത്തിൻ്റെ മാപ്പിളപ്പാട്ട് മത്സരം വേദി 1-ലാണ്. 8:30 രാവിലെ 8:30-ക്ക് ആരംഭിക്കും ആ മത്സരം. അതുപോലെ വിവിധ ഇനങ്ങൾ നാളത്തെ ഇവൻറ്റുകളിലുണ്ട്. മാലപ്പാട്ട് മത്സരം അത് വളരെ ശ്രദ്ധേയമായൊരു മത്സരമാണ്. 3-ാം വേദിയിലാണ് മാലപ്പാട്ട് മത്സരം. ജനറൽ വിഭാഗത്തിൻ്റെ രാവിലെ 9 മണിക്കായിരിക്കും ആ വേദിയിൽ മത്സരങ്ങൾ ആരംഭിക്കുക. അങ്ങനെ ഐഡിയാത്തോൺ എന്ന് പറയുന്ന ആശയങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു മത്സരം, അത് സ്റ്റേജ് 12-ലാണ്. അവിടെ രാവിലെ 10 മണിക്ക് ആരംഭിക്കും. അങ്ങനെ വിവിധങ്ങളായ ഈ വേദികളിൽ വിവിധങ്ങളായ പരിപാടികളുണ്ട്. അതേപോലെ 2-ാം വേദിയിലെ മറ്റൊരു ശ്രദ്ധേയമായ ഇനം പൊളിറ്റിക്കൽ ഡിബേറ്റാണ്. നമ്മൾ രാഷ്ട്രീയ ചർച്ചകൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വേദി, അത് 2-ാം വേദിയിൽ രാവിലെ 10:30-ക്ക് ആരംഭിക്കും. റവല്യൂഷണറി സോങ്, വിപ്ലവഗാനം, വളരെ ശ്രദ്ധേയമായ ഒരു ഇനമാണ്. അത് സ്റ്റേജ് 3-ലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സംഘഗാന മത്സരം വളരെ ആകർഷകമാണ്. സംഘഗാന മത്സരം രാവിലെ ഉച്ചക്ക് 12 മണിക്കാണ് സംഘഗാന മത്സരം വേദി 1-ൽ ആരംഭിക്കുക. മദ്ഹ് ഗാന മത്സരം വേദി 2-ലാണ്. ഹൈസ്കൂൾ വിഭാഗത്തിൻ്റെ മദ്ഹ് ഗാന മത്സരം ഏറ്റവും ശ്രദ്ധേയമാണ്. ആ മത്സരം വേദി 2-ലാണ്. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സൈൻ ലാംഗ്വേജ്, ശബ്ദമില്ലാത്തവരുടെ ലോകത്ത് അവരെങ്ങനെയാണ് ആശയങ്ങൾ പങ്കുവെക്കുന്നത് എന്നറിയാം. അവരുടെ സൈൻ ലാംഗ്വേജിലുള്ള പ്രസൻറ്റേഷൻ നമുക്ക് 7-ാം വേദിയിൽ ഉച്ചക്ക് 12:30 മുതൽ കാണാം. അങ്ങനെ വൈവിധ്യമാർന്ന മത്സരങ്ങളോടുകൂടി നാളെ സാഹിത്യോത്സവം സമാപിക്കുകയാണ്. ആരായിരിക്കും ഈ കപ്പിലേക്ക് അടുക്കുക? ഇപ്പോഴത്തെ പോയിന്റ് നില പരിശോധിക്കുമ്പോൾ നമുക്കറിയാം കോഴിക്കോട് സൗത്ത് മുന്നിട്ട് നിൽക്കുന്നു. അവർ തന്നെ കിരീടം ഉറപ്പിക്കുമോ? തൊട്ടുതാഴെയായി മലപ്പുറം ഈസ്റ്റും മലപ്പുറം വെസ്റ്റുമുണ്ട്. അവർ കിരീടം കൊത്തിക്കൊണ്ടുപോകുമോ? അതാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ ആദ്യ ദിവസത്തെ മത്സരങ്ങൾ സമാപിക്കാൻ അടുക്കുമ്പോൾ ക്യാമറാമാൻ മുഹമ്മദ് ഷബീബിനൊപ്പം സയ്യിദ് അലി ശിഹാബ്, സിറാജ് ലൈവ്. waytonikah.com, the exclusive Muslim matrimonial site.